Next, it is a great honor and excitement that I welcome to our event today a very true, remarkable personality, Mrs. Ruba George. Born into a business family in Palakkad, Kerala, Ruba has carved a unique path that blends culture, entrepreneurship, and activism with unparalleled grace and commitment. A classical dancer, television anchor, and a skilled Veena artist, Ruba's artistic talents are as profound as her entrepreneurial spirit. As a director of Baby Marine International, a prestigious company started in 1988, she has significantly contributed to its growth and global reach. Beyond her business and artistic endeavors, Ruba is a dedicated environmentalist and humanitarian. Warmly welcoming Mrs. Ruba George to share a few words. Good afternoon, everyone. Respected dignitaries, honored of the days. First of all, congratulations, Shrija, for this amazing book. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിത് എനിക്ക് ഷീജ ഇത് കൊടുത്തയച്ചപ്പോൾ തൊട്ട് ഞാനിത് വായിക്കുകയാണ്. ഏറ്റവും നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് എന്ന് തന്നെ പറയണം. കാരണം ഇത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏതൊരു ചാപ്റ്ററൊന്നും വായിച്ചു തുടങ്ങാം. അപ്പോൾ ഷീജയുടെ ആ ഒരു അനുഭവങ്ങൾ, ജീവിതയാത്രയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ സിമ്പിൾ ആൻഡ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു യാത്ര, ഒരു അന്വേഷണത്തിലാണ് നമ്മൾ എല്ലാവരും, അല്ലെ? അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും പീസ് ഓഫ് മൈൻഡ്, സമാധാനമാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു സൊല്യൂഷൻസ് ഇതിൽ വളരെ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഷീജ ഇപ്പൊ പറയുന്നത്, ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഒരു 10% ഇറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് ടു അസ്, നമുക്ക് എന്താണ് സംഭവിക്കുന്നത്. അതിൽ പിന്നെ 90% നമ്മൾ അത് എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെ? നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാത്തിനും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് നല്ല പോസിറ്റീവായിട്ട്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, സമ്മർദ്ദങ്ങൾ, അതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും, അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം ഷീജ പറഞ്ഞിരിക്കുന്നത് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണി. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് അബണ്ടൻസിലോട്ടുള്ള കീ അൺലോക്ക് ചെയ്തത്. എപ്പോഴും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഹാർട്ട്, നമുക്ക് എല്ലാത്തിലും ഒരു നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡ് എപ്പോഴും ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കും. അതല്ലാതെ മറിച്ച് നമ്മൾ എപ്പോഴും ക്രിറ്റിസിസവും കംപ്ലൈന്റും, എപ്പോഴും നമുക്ക് ഒരു കുറ്റം പിറുപിറുക്കുന്ന മനസ്സാണെങ്കിൽ നമുക്ക് അത് തന്നെയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇവിടെ ഷിയാൻജിയൊക്കെ പറഞ്ഞ പോലെ ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ടാണ് എന്നെ ഏറെ ആകർഷിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫാമിലി, ഇപ്പൊ എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും നല്ല ഫാമിലി വേണം. ഇന്ന് പ്രത്യേകിച്ച് ഇതിൽ തന്നെ ഒരു ചാപ്റ്ററായിട്ട് തന്നെയുണ്ട് കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരു, പ്രത്യേകിച്ച് ഞങ്ങളോട് വന്നപ്പോൾ തന്നെ സംസാരിക്കുകയാണ്. ഇപ്പൊ എല്ലാ സിസ്റ്റംസും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ സിസ്റ്റംസിനെയും ചലഞ്ച് ചെയ്യുന്ന ഒരു വ്യവസ്ഥ. അപ്പോൾ അതിൽ ഏറ്റവും ശരിക്കും ഏതൊരു സമൂഹത്തിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. ആ ഫാമിലിയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള, ഫിസിക്കൽ മാത്രമല്ല മാനസികവും ആരോഗ്യപരമായിട്ടുള്ള ഒരു തലമുറ വരുള്ളൂ. അപ്പൊ അവിടെ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ മാക്സിമം നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിൽ ശരിക്കും ഷീജ വളരെ ബ്ലസ്ഡ് ആണ്. ഇതിൽ എല്ലാത്തിനും ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് ആണ് കാണുന്നത്. ഒരു വർഷം കൊണ്ട് എഴുതിയെടുത്തതാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഇനിയും ഒരുപാട് ഇനി പബ്ലിഷ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ യാഥാർത്ഥ്യമാവട്ടെ. കാരണം ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ എന്നെ വേറെ ആകർഷിച്ചു. കോഴിക്കോട് നിന്നൊക്കെ ഷീജയുടെ സ്റ്റുഡൻസ് വളരെ ഉത്സാഹത്തോടുകൂടിയൊക്കെ വന്നിരിക്കുന്നത്. അത്രയ്ക്കും സ്നേഹവും താല്പര്യവും ബഹുമാനവും ഉള്ളത് കൊണ്ടാണല്ലോ അവർ ഈ ഒരു ഞായറാഴ്ച ആയിട്ട് തന്നെ എല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഷീജയുടെ ആ ഒരു ജീവിതയാത്ര നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായ മറ്റൊരു സത്യം, ദർ ഈസ് ലൈഫ് ഇൻ മൂവ്മെന്റ് ആൻഡ് ഡെത്ത് ഇൻ സ്റ്റാഗ്നേഷൻ എന്നാണ്. ഈ ഒരു ചക്ര അല്ലെങ്കിൽ ചർക്ക എപ്പോഴും വീല്, എപ്പോഴും നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. വെറുതെ പലപ്പോഴും പലരും പറയാറുണ്ട് ചെയറാണ് ഏറ്റവും വലിയ കില്ലർ. കാരണം ചെയറിനകത്ത് നമ്മളിങ്ങനെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്ത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ഒരിക്കലും നടക്കത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിച്ച്, അപ്പൊ അതുകൊണ്ട് തന്നെ ഷീജ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ പല ഈ കോവിഡിന്റെ സമയത്തുമൊക്കെ പല റോഡിലൂടെ കടന്നുപോയി. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഒരു നോളേജും അറിവും ഒക്കെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഇതിന്റെ വേറെ തോന്നി, ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നോളേജിന്റെ ഒരു എക്സ്പ്ലോഷനാണ്. അറിവുണ്ടെങ്കിൽ തിരിച്ചറിവില്ലാത്ത ഒരു തലമുറയാണ്.
തിരിച്ചറിവ്. അപ്പൊ ആ തിരിച്ചറിവിലോട്ടുള്ള ഒരു മടക്കയാത്രയും കൂടിയാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ശരിക്കും അതുപോലെ തന്നെ ലൈഫ് എന്ന് പറയുന്നത് റൈറ്റ് ചോയ്സസ് അങ്ങനെ ഒരു ഇത് കണ്ടു. അപ്പൊ തീർച്ചയായിട്ടും വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ സെന്റൻസിൽ പറയാം, ഇറ്റ് ഈസ് ദ ചോയ്സ് യു മേക്ക്, ഇറ്റ് ഈസ് ദ ഡിസിഷൻസ്. ശരിക്കും ഒരു സെന്റൻസിൽ നമുക്ക് അങ്ങനെ സമർപ്പിക്കാം, വാട്ട് ഈസ് ലൈഫ്, ഇറ്റ് ഈസ് ദ ഡിസിഷൻസ്. ആ റൈറ്റ് ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആകുന്നത്. പലപ്പോഴും നമ്മൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ടേണിംഗ് പോയിന്റ് ആകുന്നതിന് പകരം അതൊരു ബ്രേക്കിംഗ് പോയിന്റ് ആവുകയും പിന്നെ പല രീതിയിലുള്ള ഡിസാസ്റ്ററിലോട്ട് നമ്മൾ എൻഡ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ സമയം ഒക്കെ നഷ്ടപ്പെടുന്നത്. ഈ ടൈം മാനേജ്മെന്റിലോട്ട് വരുമ്പോഴൊക്കെ പലപ്പോഴും പലരും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് നമുക്ക് ഇഫക്റ്റീവ്ലി അധികം ഡ്രെയിൻ ഇല്ലാതെ ടൈം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ ഡിസിഷൻസ് തന്നെയാണ് റൈറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ റൈറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് ഇപ്പം അനുയോജ്യമായിട്ടുള്ള ഷീജയ്ക്ക് തീർച്ചയായിട്ടും അതിനുള്ള എക്സ്പീരിയൻസും ഫാമിലി പിന്നെ ഫെയിലിയേഴ്സ് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള ഒരു ചാപ്റ്റർ കൂടെയുണ്ട്. അപ്പോൾ ഇന്നും പലപ്പോഴും എനിക്ക് തോന്നുന്നു ഫെയിലിയേഴ്സ് ആണ് നമ്മളെ ഇന്നത്തെ ജനറേഷൻ പ്രത്യേകിച്ചും ഇന്ന് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദവും സൂയിസൈഡ്സും ഒക്കെ വളരുന്ന ഒരു കാലഘട്ടത്തിൽ പരാജയങ്ങളെ അതിജീവിക്കാനാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നത്. അപ്പം ഈ പരാജയങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നത് നമുക്കൊരു പാഠമായിരിക്കണം. അതുപോലെ റിലേഷൻഷിപ്സ് ഞാൻ വായിച്ചു, അതും ഒരു പ്രത്യേക ഒരു ചാപ്റ്റർ ആക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്കൂൾ സിലബസിൽ വരെ ഇങ്ങനെയുള്ള നമ്മുടെ സ്കൂൾ സിലബസിൽ വരെ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം ഇന്ന് നമ്മുടെ തലമുറ ഏറ്റവും കൂടുതൽ അവർക്ക് റിലേഷൻഷിപ്സിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 8th 10th സ്റ്റാൻഡേർഡിലൊക്കെ റിലേഷൻഷിപ്സ്, ഡേറ്റിംഗ്, ഹൗ ടു ഡീൽ വിത്ത് ബ്രേക്കപ്സ്, ഇതൊക്കെ ഒരു ചാപ്റ്റർ ആക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിലേഷൻഷിപ്സ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ബന്ധങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക, അതാണ് ഇന്ന് ഏറ്റവും വലിയ സ്കിൽ. എനിക്ക് തോന്നുന്നു സ്കിൽ സെറ്റ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു സ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല ബന്ധങ്ങൾ. പ്രത്യേകിച്ച് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോപ്പുലേഷനിൽ നിൽക്കുകയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം നല്ല ബന്ധങ്ങൾ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് പലപ്പോഴും ഈ തെറ്റായിട്ടുള്ള സൗഹൃദങ്ങളും അതൊക്കെയാണ് നമ്മുടെ ജീവിതം ഓരോ ദുരന്തത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലെ? തെറ്റായിട്ടുള്ള സൗഹൃദങ്ങൾ, തെറ്റായിട്ടുള്ള വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുന്നു, അതുവഴിയാണ് നമ്മുടെ ജീവിതം ദുരന്തമാവുന്നതും. പല രീതിയിലും നമ്മൾ ഒരു സീരീസും പലപ്പോഴും നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ പല സീരീസും ഓരോ ത്രില്ലറും പിന്നെ അവസാനം ഓരോ വിവാദം ഒക്കെ ആവുകയും ഇപ്പൊ ഇതിൽ ഷീജ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ചരമകുറിപ്പൊക്കെ ഇപ്പൊ ഷീജ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ചരമകുറിപ്പൊക്കെ ഇപ്പോഴേ എഴുതണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കും വരേണ്ടത്. ശരിക്കും 1ാം പേജിൽ വരുമോ, അല്ലെങ്കിൽ അവസാനമായിരിക്കുമോ, അല്ലെങ്കിൽ 2ാം പേജിൽ വിവാദമായി ചർച്ചയാക്കപ്പെടുമോ? അപ്പൊ എന്നുള്ളത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് അനുസരിച്ചിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മാനുവൽ തന്നെയാണ്. നമുക്ക് ഇതൊരു വലിയൊരു ഐ ഓപ്പണിംഗ് ആണ്. ഇത് ഓരോ പേജും ഇൻസ്പയറിംഗ് ആണ്. ഇന്നത്തെ തലമുറയ്ക്കും നമ്മൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള വലിയൊരു നിധി തന്നെയാണ് ഈ ബുക്ക്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് ഇവന്റ്. താങ്ക് യു. Thank you, Ruba ma'am, for your inspiring words.